ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നജു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മുട്ടയും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു സ്നാക്കിന് വേണ്ടി ആദ്യം തന്നെ മുട്ടയാണ് വേണ്ടത്. അതൊന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 4 സവാളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കുക. നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം സവാള. അപ്പോൾ ഇതാ സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള സവാള മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ സവാള മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാഗി ക്യൂബാണ്, അതായത് ചിക്കൻ ക്യൂബാണ്. അത് ഒരു കഷ്ണം മതി, അതായത് 2 ക്യൂബുള്ളതിൽ 1 ക്യൂബിൻ്റെ പകുതി മതിയാവും ഈ ഒരു അളവിൽ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ മാഗി ക്യൂബ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സവാള കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഉടച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഈ സവാളയിൽ നിന്നുള്ള നീരൊക്കെ പുറത്തേക്ക് വന്നിട്ട് സവാള നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് മാഗി ക്യൂബ് ഉള്ളവർ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 പച്ചമുളക് റൗണ്ടിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അതും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കരിവേപ്പിലയാണ്. ഒരു 2 തണ്ട് കരിവേപ്പില മുറിക്കാതെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ ലീഫാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആഫ്രിക്കൻ കൊറിയൻഡർ ഇലയാണ്. ഇതിന് പകരം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മല്ലിച്ചപ്പ് ഇല ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന വറുത്തെടുക്കാത്ത സാദാ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്തെടുത്ത അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. അതൊരു 2 ടീസ്പൂണോളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടലമാവ് ഇല്ലാത്തവർ മൈദ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാതെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഉള്ളിയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പുഴുങ്ങിയെടുത്ത മുട്ട ഒന്നെങ്കിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇതിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ 4 മുട്ടയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് മുട്ട മസ്റ്റാണ്. മുട്ട ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഫുൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ മിക്സാക്കിയെടുത്ത സവാളയിലേക്ക് മുട്ട ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചായിട്ട് ഒഴിച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് ഒരു ബോൾ രൂപത്തിൽ ആയി കിട്ടുന്നവരെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ മുട്ട ഗ്രേറ്റ് ചെയ്തൊക്കെ ഇതിൽ നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു ബോൾ പോലെ ആകുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടണം. അഥവാ വെള്ളം കൂടുകയാണെങ്കിൽ കുറച്ച് കടലമാവോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഈ ഒരു നിലക്കാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ബോൾ രൂപത്തിലാക്കിയെടുക്കുക. എന്നിട്ട് കൈ വിരൽ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അധികം തിന്നായി പരത്തിയെടുക്കേണ്ടതില്ല.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് കുഴിച്ച് കൊടുക്കുക. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഇത് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഈ വടയുടെ മറ്റേ സൈഡിലും ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു വട ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവുകളും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 17 വടയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇനി ഇതുപോലെ സെറ്റാക്കി വെക്കാതെ ഓരോ വടയും അപ്പോൾ തന്നെ ആക്കിയെടുത്തിട്ട് നേരെ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ വടയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഫ്ലെയിമിൽ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആദ്യം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടെ മറിച്ചിട്ട് കൊടുക്കുക. ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. കാരണം ഓൾറെഡി കുക്കായിട്ടുള്ള മുട്ടയൊക്കെ യൂസ് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇത് 2-3 പ്രാവശ്യമൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്കാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ മുട്ട യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കിടിലൻ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ ചൂടോടെ തന്നെ സെർവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇതിനോട് കൂടെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആയ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.